Morning. Hi. All right. Thank you so much for joining today's session. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് എന്താ പറയുക നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ബിക്കോസ് ഷോയിങ് അപ്പ് ഈസ് നോട്ട് ഈസി എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഇതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എവറി ഡേ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ച് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ ഒരു ശ്രമം ഉണ്ടല്ലോ, ദിസ് ഇസ് നോട്ട് എ സ്മോൾ അറ്റംപ്റ്റ്. ചെറുതല്ല, വളരെ വലിയ അറ്റംപ്റ്റ് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, സിൻസിയർ ആയിട്ട് നമ്മൾ നമ്മളുടെ ഈ ഒരു എഫേർട്ട് നമ്മൾ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പവർ ഓഫ് ഹംബിൾനെസ് എന്നുള്ളതാണ്, വിനയത്തിന്റെ ശക്തി എന്നുള്ളതാണ്. നമ്മള് വിനയമുള്ള ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സോഷ്യൽ മീഡിയ നമ്മൾ അധികം ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കും. വിവാദങ്ങള്, പ്രശ്നങ്ങള്, സംഗതികൾ നല്ലതല്ല. പക്ഷേ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 2 ദിവസം ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ് എന്ത് വെച്ചാൽ, നടൻ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന സംഗതി. അദ്ദേഹം ഒരു ഹീറോ ആയി മാറി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അല്ലെ? യെസ്. അപ്പോ അവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. അദ്ദേഹത്തെ അപമാനിക്കപ്പെട്ട അദ്ദേഹത്തെ, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള മറ്റൊരു വ്യക്തി, ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള, ഒരുപാട് കഴിവുകളുള്ള, അറിവുകളുള്ള, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായത്. വിനയം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരാതിരിക്കുകയും, ഒരാൾക്ക് അഹങ്കാരം വരികയും, അല്ലെങ്കിൽ ഒരു 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 തെറ്റായ രീതിയിലുള്ള വിഷമം പുറത്തു വരികയും, അത് കാണിക്കുകയും, അതൊരു അഹങ്കാരമായിട്ട് പുറത്ത് കാണിക്കപ്പെടുകയും, പിന്നീട് എന്നാൽ അതിനോട് പ്രതികരിച്ച രീതി, ആസിഫ് അലി എന്ന് പറയുന്ന നടൻ ഒരു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് വിനയത്തോട് കൂടിയിട്ട് പെരുമാറിയിട്ടുള്ള ഒരു പെരുമാറ്റം. വിനയം മനുഷ്യന്മാരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് വെച്ചാല്, നമ്മൾ കുറച്ചുകൂടെ സ്വീകാര്യനാവും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തിക്ക് ആ ഒരു വിനയം ഇല്ലാത്തതിന് പകരം വിനയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നേരെ എതിർവശത്ത് നിൽക്കുന്ന അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം എന്നൊരു സംഗതി പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് വെച്ചാൽ, മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കാണുന്നത് ഇങ്ങനെ പറയാം, ഹേർട്ട് പീപ്പിൾ. വേദനിക്കുന്നവര് മറ്റുള്ളവരെ വേദനിപ്പിക്കും, വേദനിച്ചവര് മറ്റുള്ളവരെ വേദനിപ്പിക്കും. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം വേദനിക്കപ്പെട്ടിരുന്നു. ആസിഫ് അലിയെ വേദനിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് വേദന അനുഭവിച്ചിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. എന്താ കാര്യം? വിഷമം എന്താണ്? അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, പേര് വിളിച്ചില്ല എന്ന വിഷമാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ആ വിഷമത്തിനെതിരെയുള്ള പ്രതികരണ രീതിയായിരുന്നു അത്. പക്ഷെ അതെന്തായിപ്പോയി? കയ്യിൽ നിന്ന് പാളിപ്പോയി. അത് മറ്റുള്ളവരുടെ മുൻപിൽ അഹങ്കാരവും സംഗതികളൊക്കെ ആയിപ്പോയി. നമ്മളുടെ പെരുമാറ്റം എന്തുകൊണ്ട് ഇങ്ങനെയായി പോകും? അതും കാണിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുള്ള, എത്രയോ പ്രായമായിട്ടും എത്രയോ മുകളിൽ എത്തിയിട്ടും മനുഷ്യന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ വരുന്നു എന്നുള്ളത്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. 2 കാരണങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ നിസ്സാരനാണ് എന്നുള്ള സത്യം. മനുഷ്യൻ വളരെ വീക്കാണ് എന്നുള്ള സത്യം. ആർക്കും തെറ്റുപറ്റി പോകാം, നമ്മൾ പെർഫെക്റ്റ് അല്ല.
സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ച സമയത്ത് അത് മാറിപ്പോകുന്നതും മനുഷ്യന്റെ വീക്ക്നെസ് ആണ്, ഒരു തെറ്റാണ്. മിസ്റ്റേക്സുകൾ പറ്റി പോകുന്നതാണ്, അബദ്ധങ്ങൾ പറ്റി പോകുന്നത്, മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനിടയിൽ വിട്ടുപോകുന്നതും, ഒരുപാട് പേര് വായിക്കുന്നതിനിടയിൽ നമ്മുടെ പേര് വിട്ടുപോകുന്നതും അറിയാതെ ചെയ്തു പോകുന്ന പറ്റിപ്പോകുന്ന മിസ്റ്റേക്സുകളാണ്. അതുപോലെ മറ്റൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളൊരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തിക്ക് സംഭവിച്ചു പോയതും അതുപോലൊരു മിസ്റ്റേക്സ് ആണ്. ഇനി ഇദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അർഹതയുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ പോലെ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്കും തെറ്റുപറ്റി പോകാം. അപ്പൊ നമ്മളെല്ലാവരും തുല്യരാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റിപ്പോകാം. ഒരാളെയും ജഡ്ജ് ചെയ്യാനോ, ഒരാളെയും കുറച്ചു കാണാനോ, ഒരാളെയും വില കുറച്ച് കാണാനോ, ഒരാളോടും അപമര്യാദയായിട്ട് പെരുമാറാനും മാത്രമുള്ള, അഹങ്കരിക്കാൻ മാത്രമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ആരും. ഞാൻ പറഞ്ഞു, 2 കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മനുഷ്യനെ എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പെയിൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ എപ്പോഴും ട്രോമയെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പരിഗണന ലഭിക്കണം, റെക്കഗ്നിഷൻ ലഭിക്കണം എന്നുള്ളൊരു സംഗതി. കുഞ്ഞുനാളിൽ നമുക്ക് വേണ്ട രീതിയിൽ റെക്കഗ്നിഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പരിഗണന ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും തേങ്ങുന്ന, കരയുന്ന നമ്മളുടെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് ഉള്ളില്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പരിഗണന ലഭിക്കാതെ പോവുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാകും. അല്ലെങ്കിൽ അത് ഈ രൂപത്തിലുള്ള ഒരു പെരുമാറ്റമായിട്ട് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇമോഷണൽ പക്വത കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഹീൽ ചെയ്യപ്പെടാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും കാര്യം ഇതുപോലെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലും ആർക്കും തെറ്റുപറ്റാം എന്നതിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ വിനയത്തിന്റെ ക്ലാസ്. ദ പവർ ഓഫ് ഹംബിൾനെസ്. മനസ്സിലാവുന്നു? ആർക്കും തെറ്റുപറ്റും. നമ്മൾ നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുക. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ അഹങ്കരിക്കാൻ മാത്രം പെർഫെക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. നമ്മൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ നമ്മൾ പറ്റണം ചില സമയത്ത്. അത് നല്ലതാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഞാൻ എത്രത്തോളം അഹങ്കാരിയായി പോയിട്ടുണ്ട്, ഞാൻ എത്രത്തോളം തെറ്റായ പാതയിലൂടെ കടന്നു പോകുന്നു, എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ ശരിക്കും എന്താ വെച്ചാൽ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ തിരിച്ചറിയാൻ, നമുക്ക് വീണ്ടും നമ്മളെ ട്രാക്കിലേക്ക് മാറ്റാൻ, തെറ്റായ വഴികളിലൂടെ, തെറ്റായ ചിന്തകളിലൂടെ, തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ പോകുമ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ സഹായിക്കും. വിനയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ബലഹീനനാണ് എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം, ഉള്ളിലുണ്ടാകും. ഞാൻ നിസ്സാരനാണ്, ഞാൻ ഒന്നുമല്ല, നമുക്കെല്ലാം അറിയില്ല. നമ്മളൊരു മേഖലയിൽ കഴിവ് തെളിയിക്കപ്പെടുമ്പോൾ, ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ, ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ, ഒരുപാട് പേർക്ക് നമുക്ക് ആരാധകരുണ്ടാകുമ്പോൾ, നമ്മളെ ഒരുപാട് പേര് സ്വീകരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അഹങ്കരിച്ചു പോകും. അപ്പൊ വിനയം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്, ഒരു സംഗതി എന്ന് പറയുന്നത് ഒരുപാട് അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ്. ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ അറിയാതെ വിനയം ഇല്ലാതായി പോകും. വിനയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അംഗീകാരങ്ങൾ ലഭിക്കണ്ട എന്നുള്ളതാണ്. അല്ല, അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നമുക്ക് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ശ്രദ്ധ കൊണ്ടുവരണം. നമ്മൾ കൈവിട്ട് പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് എന്താ വെച്ചാല്, വിനയം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതുപോലെ നമ്മൾ വിനയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഹങ്കാരം നമ്മളിൽ ഉണ്ടാകുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. ഈ വേദനകളാണ് ഇതിന്റെ കാരണമായിട്ട് മാറുന്നത്. പെയിന്
പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരിയായ പെർസ്പെക്റ്റീവിലൂടെ വേദനകളെയും അനുഭവങ്ങളെയും നമ്മൾ നോക്കി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ അതൊരു അഹങ്കാരമായി മാറും, അതല്ലെങ്കിൽ അതൊരു വിനയത്തിനുള്ള വഴിയായി മാറും. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും സംഗതികളും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ആ വേദനയെ നമ്മൾ വല്ലാണ്ട് നെഗറ്റീവായ രീതിയിൽ എടുക്കുമ്പോൾ, ഞാൻ എന്നെ വേദനിപ്പിച്ചു, ഞാൻ സങ്കടപ്പെട്ടു, ഞാൻ വിഷമിച്ചു എന്ന സാഹചര്യത്തിലേക്കും എത്തരത്തിലുള്ള ചിന്തകളിലേക്കും മാത്രമായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മാത്രമായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മളിൽ അറിയാതെ നമ്മൾ എന്നിലേക്കും നമ്മിലേക്കും ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോകും. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെയാണ് എന്ത് തുടങ്ങുന്നത്? ഞാൻ സ്പെഷ്യൽ ആണ്, ഞാൻ എനിക്കെല്ലാം വേണം. ഈ എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ വീക്ക്നെസ് ആണ് കാണിക്കുക. നമ്മൾ തിരിച്ചറിയേണ്ട സാധ്യതയാണ്. ഞാൻ അത്രയ്ക്കും വീക്കാണ് എന്നുള്ളത് തിരിച്ചറിയണം. അല്ലാതെ എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ന്യായീകരിക്കാനോ, നമ്മളെ ഒന്നുകൂടെ നമ്മൾ എന്താ വെച്ചാല് നമ്മളെ ഒരുപാട് സ്നേഹം അർഹിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും സ്നേഹം അർഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ വേദനകളിൽ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് വല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ എന്തായി പോകും? നമ്മളിലേക്ക് ചുരുങ്ങി പോവുകയും നമ്മൾ വളരെ ശരിക്കും വീക്കായിട്ടുള്ള അവസ്ഥയിൽ പോകുമ്പോൾ അറിയാതെ റിബലായി പോകും. നമ്മൾ പ്രതിഷേധമുള്ള ആളായി മാറും. നെഗറ്റിവിറ്റി മനസ്സിൽ കയറും. നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ളത് അടക്കമുള്ള സംഗതികളടക്കം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ സമയത്തും ഘട്ടത്തിലും നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അപ്പപ്പോ ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ വേദന, ആ മുറിവ് അവിടുന്ന് ഹീൽ ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് കൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ റിബലായി മാറിപ്പോകും. എന്താ റിബൽ? പ്രതിഷേധമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ആ പ്രതിഷേധം വരുന്നത് വേദനയിൽ നിന്നാണ്. പ്രതിഷേധം വേണ്ട എന്നുള്ളതല്ല, അതൊരിക്കലും വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിഷേധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈകാരികമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ആ വേദനയിൽ നിന്നാണ് പ്രതിഷേധിക്കുന്നത്, വിവേകത്തിൽ നിന്നാണ്. അല്ല, പ്രതിഷേധം വിവേകത്തിൽ നിന്ന് വരാം, വേദനയിൽ നിന്ന് വരാം, ഇമോഷനിൽ നിന്ന് വരാം. ഇമോഷനിൽ നിന്ന് വരുമ്പോൾ അത് അഹങ്കാരമായിട്ട് മാറും. നമ്മൾക്ക് നമ്മുടെ വിവേകം നഷ്ടപ്പെടും. അവിടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ അവിടെ ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമമാണ്, പ്രതിഷേധമാണ് എന്നുള്ളതിൽ നിന്ന് അത് മാറിയിട്ട്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ, ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് എന്തായി പോകും? നമ്മുടെ വികാരങ്ങൾ നമ്മളെ കൈവിട്ടു പോകുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ട്രാക്ക് തെറ്റിപ്പോകും. അവിടെ നമ്മൾ അഹങ്കാരിയായിട്ട് മാറും. അറിയാതെ നമ്മളിലേക്ക് ചുരുങ്ങും, നമ്മുടെ വേദനയിലേക്ക് ചുരുങ്ങും, നമ്മൾ ചെറുതായി പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നിങ്ങളോട് ചൂടാകുന്ന സമയത്ത് അയാൾ അഹങ്കാരിയാണ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് മുദ്ര കുത്തുന്നതിനെക്കാട്ടിലും നല്ലത് അയാൾ വേദനിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, അയാൾക്ക് പോലും അറിയില്ല, അയാളുടെ ഇമോഷൻസിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് നമ്മൾക്ക് കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട്, കരുണയോട് കൂടിയിട്ട്, ദയയോട് കൂടിയിട്ട്, കുറച്ചുകൂടെ എംപതറ്റിക് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഹേർട്ട് പീപ്പിൾ ആരാണ് നമ്മളെ വേദനിപ്പിക്കുക? വേദനിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെ വേദനിപ്പിക്കുക. നമ്മൾ ഫർഗീവ് ചെയ്യണം. നമ്മളുടെ ഉള്ളിൽ ആ വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നും കൊണ്ട് നടക്കുക. നമ്മൾ ഫർഗീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഫർഗീവ്നെസ് നമ്മൾ നൽകുമ്പോഴാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ വിനയം ഉണ്ടാവുന്നത്. വിനയമുണ്ടാകുന്ന ഒരാളാണ് ശരിക്കും ഉയരുന്നത്. അഹങ്കാരം ഉണ്ടാവുന്ന ഒരാൾ താഴുകയാണ്. കാരണം അയാൾ വേദനയിലാണ്. അയാൾ ഓൾറെഡി വേദനിച്ച് അടിച്ചമർത്തപ്പെട്ട് വേദനിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് അവസ്ഥ ഉള്ളത്. നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് അർഹിക്കുന്നുണ്ട്, നമുക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ലഭിക്കണം, സ്പെഷ്യൽ ആയിട്ട് നമുക്കല്ലല്ലോ എന്ന്. അല്ല, ഒരു സ്പെഷ്യാലിറ്റിയും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ലൈഫ് ഈസ് നോട്ട് ലൈക്ക് ദ. ലൈഫ് ഈസ് ന്യൂട്രൽ. ലൈഫ് ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്നവർക്ക് ലഭിക്കും,
എഫേർട്ട് ഇടുന്നവർക്ക് ലഭിക്കും. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് തിരിച്ചു കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് വെച്ചാല് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വരിക എന്നുള്ളതല്ല. ലൈഫ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. നിങ്ങൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് കൊടുക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നല്ലത് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ആ ലെവലിലേക്ക് വരും. ചില ആൾക്കാർ ഒരുപാട് നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ നല്ലത് ചെയ്യുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കരുത് എന്ത്, ഞാൻ നല്ലത് ഒരുപാട് ചെയ്തു 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 ചെയ്തു, ഞാൻ നല്ലതാണ്, ഞാൻ നല്ലതാണ്, ഞാൻ നല്ലതാണ്, ഞാൻ നല്ല സ്പെഷ്യൽ ആണ്. അപ്പൊ അതിനിടയിൽ ചില വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ വിഷമം വരുമ്പോൾ അതിൽ ആഴത്തിൽ കയറി ചിന്തിക്കും. ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടും ഇത്രയും നന്മ ചിന്തിച്ചിട്ടും എനിക്ക് എന്താ വീണ്ടും അങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്താ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ വേദനയിൽ നിന്നാണ് ആ നന്മ ചെയ്യുന്നത്, നമ്മുടെ സെൽഫിഷ്നെസ്സിൽ നിന്നാണ് നമ്മൾ ആ നന്മ ചെയ്യുന്നത്, നമ്മുടെ സങ്കടത്തിൽ നിന്നാണ് നന്മ ചെയ്യുന്നത്. ഉള്ളിലുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഇമോഷണലി ഫ്രീ ആവണം. ഇമോഷണലി ആ ഒരു അവസ്ഥയിൽ നിന്ന് ഫ്രീ ആയിട്ട് വേണം നമ്മൾ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇത് പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന എനിക്കടക്കം നല്ല എളുപ്പമുള്ള കാര്യമാണ്. ഈ ഇരിക്കുന്ന ഞാനടക്കം സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം, അതാദ്യം ഞാൻ തന്നെ അഡ്മിറ്റ് ചെയ്യുക. എല്ലാവരും സ്ട്രഗിൾ. നമ്മൾ പരമാവധി എന്താ വെച്ചാൽ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിങ്ങനെ ശക്തി കൂടി 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 വരും. ഇത് പറയാൻ വേണ്ടിയിട്ട് പറയാ എന്നുള്ളതാണ്. അതായത് പറയാൻ നിങ്ങൾക്കത്, നമ്മളിൽ എല്ലാവരും, ഞാനിത് ഇങ്ങനെ ഒരു എന്ത് ചെയ്യാനാ, ഞാനിങ്ങനെ നിങ്ങളൊക്കെ വേറെ കൂടിയിട്ട് എന്നെ ഒരു കോച്ചായിട്ട് സെലക്ട് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് വന്നില്ലേ, എനിക്ക് ഈ വിഷയങ്ങൾ പറയാല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് പറയല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? നോ വൺ ഈസ് പെർഫെക്റ്റ്. ആർക്കും മിസ്റ്റേക്സുകൾ പറ്റാം. ഈ ഒരു വിഷയം നമ്മൾ എന്താ വെച്ചാൽ ചർച്ച ചെയ്യണം. ഈ വിഷയം നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഉണർത്തുക. ഇത് എന്നെയും കൂടി ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെയും കൂടി ഓർമ്മപ്പെടുന്ന ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരും. എനിക്ക് ഓരോ വിഷയങ്ങൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേ, നമ്മൾ എന്ത് സംസാരിക്കുന്നു അത് നമ്മളായിത്തീരും. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓരോ വിഷയങ്ങൾ ഓരോ ദിവസവും സംസാരിക്കുമ്പോൾ എനിക്കത് എന്താ വെച്ചാൽ വലിയ എന്താ പറയാ, എന്നെ തന്നെ ഉണർത്തലാണ്. എന്നോട് തന്നെ പറയലാണ്, ഷഫി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നീ ഇന്ന് ഈ സംസാരിച്ച വിഷയം കറക്റ്റാണ്. അത് നിന്റെ ലൈഫിൽ എത്രത്തോളം കറക്റ്റാണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം, എന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ എന്നിട്ട് കുറെയൊക്കെ കറക്റ്റ് ആവും, കുറച്ചൊക്കെ പാളിപ്പോവും, പിന്നെയും കറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഒരുമിച്ച് നമ്മളെല്ലാവരും അങ്ങനെയാണ്. നോ വൺ ഈസ് പെർഫെക്റ്റ്. ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ അദ്ദേഹത്തിന്റെ ലൈഫ് ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു. നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്തെന്നറിയോ? ആ തെറ്റിദ്ധാരണ ഇതാണ്, എന്താ വെച്ചാൽ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ആവണം. അങ്ങനെ സംഗതി ഇല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. എവറിബഡീസ്. അപ്പൊ ഇനി എന്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ വന്നു പോവുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം, മനുഷ്യൻ നിസ്സാരനാണ്. ഈ പറഞ്ഞിരിക്കുന്ന ആൾ ഒരു മനുഷ്യനാണ്. ദാറ്റ്സ് ഓൾ. നമ്മൾ എല്ലാവരെയും കാണേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കണ്ടാലേ നമ്മളിൽ അഹങ്കാരം ഇല്ലാതിരിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം മഹേഷ് നാരായൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ സംഗീതജ്ഞൻ, അദ്ദേഹം ഈ മിസ്റ്റേക്ക് വരുത്തി, ഞാൻ അതിനെ കണ്ടിരിക്കുന്ന രീതി, അദ്ദേഹം ഒരുപാട് വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകളുണ്ട്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് വന്ന, ചെറുതെന്ന് പറയാൻ വയ്യ, അദ്ദേഹത്തിന് അത് വലുതാണ്. ആ ഇൻസിഡന്റ് വന്നപ്പോ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോയത്, അത്രയും അപമാനിതനാവുന്ന രീതിയിലും ജഡ്ജ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള മിസ്റ്റേക്സ്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്തിട്ടും അല്ലെങ്കിൽ സംഗതികൾ പോസ്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്യാൻ ആൾക്കാർ സംഭവിക്കും, സ്വാഭാവികമാണ്, റിയാക്ഷൻസ് ഉണ്ടാകും. ഈ പറയുന്ന ആൾക്കാരൊക്കെ എത്ര പെർഫെക്റ്റ് ആണ്? അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുന്ന ആരുമല്ല. ആ എല്ലാവരിലും ഇതൊന്നും. അപ്പൊ അതെന്താ വെച്ചാൽ തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക, തിരിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെയും ജഡ്ജ് ചെയ്തിട്ട് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ ആർക്കില്ല. അവരും ഈ മിസ്റ്റേക്സ് ചെയ്യുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും തുല്യരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും മിസ്റ്റേക്സുകൾ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നോ വൺ ഈസ് പെർഫെക്റ്റ്. നമ്മളും പെർഫെക്റ്റ് അല്ല, മിസ്റ്റേക്സുകൾ പറ്റും. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. കറക്റ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, മുന്നോട്ട് പോവുക, പരമാവധി ശ്രമിക്കുക, മനസ്സിനുള്ളിലുള്ള ഉദ്ദേശം പരമാവധി ശ്രമിക്കുക. അപ്പൊ വിനയം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്സാരനാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നും എത്രയായിട്ടും മനസ്സിലാക്കുന്നില്ല, എത്രയായിട്ടും എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നു. അദ്ദേഹം ഏറ്റവും അഹങ്കാരികളായിട്ടുള്ള വ്യക്തികൾ, ഏറ്റവും ചൂടായി സംസാരിക്കുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവർ.
ഏറ്റവും രസകരമായ കാര്യമാണ്. ഏറ്റവും വേദനിച്ചവരാണ് മറ്റുള്ളവരെ ഏറ്റവും വേദനിപ്പിക്കുക. ഒരാൾ വെറുതെ വേദനിപ്പിക്കില്ല. അപ്പൊ അതത്രയും വേദന ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതെന്തായിരിക്കും? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കാം. ചെറുപ്പത്തിലുള്ള വേദനകൾ ഒരുപാടെല്ലാം ട്രോമകൾ മൂലം അദ്ദേഹത്തിന്റെ ബിഹേവിയറോ പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കാം. വിഷമങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ എന്താ വെച്ചാൽ കാണാൻ ശ്രമിക്കുക. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മൾ ഒരാളും നമ്മളെ വേദനിപ്പിക്കാൻ നമുക്ക് അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാം. അത് അഹങ്കാരമല്ലാത്ത പ്രൊട്ടക്ഷൻ ആണ്, അത് കോൺഫിഡൻസ് ആണ്, അത് നമുക്ക് നമ്മളോട് കീപ്പ് ചെയ്യേണ്ട സെൽഫ് വർത്ത് ആണ്. നമ്മൾ ഒരു പെയിനിലൂടെയും കടന്നു പോകാൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരാൾ നമ്മളെ വല്ലാണ്ട് ഒരാൾ വേദനയിലാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മളെ വേദനിപ്പിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ളതല്ല. അങ്ങനെയില്ല. നമുക്ക് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാം. നോ പറയേണ്ടടുത്ത് നോ പറയാം. ഇങ്ങനെ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് പറയുന്നത് ചെയ്യാം. വി ക്യാൻ സേ ദാറ്റ്, വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ്. പക്ഷെ ദ തിങ് ഈസ്, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവര് വേദനിപ്പിക്കുന്നത് ഇന്ന രീതിയിലാണ് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം മറ്റൊരാളെ കമ്പാഷനേറ്റ് ആയിട്ട് കാണാനും കൂടി കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഉയരാൻ പറ്റുന്നിടത്താണ് നമ്മൾക്ക് വൈകാരിക പക്വത ഉണ്ടാകുന്നത്. അത് ഈസിയാണോ? ഈസി അല്ല. അത് ഈസി ആവണം എന്നുണ്ടെങ്കിൽ, അത് കുറച്ചുകൂടെ ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഹീലിംഗ് ചെയ്യണം. ഹീലിംഗ് ചെയ്ത് നമ്മൾ നമ്മളുടെ വൈകാരിക പക്വത നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. വിനയം മനുഷ്യന് ഒരുപാട് വരും. വിനയമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളതാണ്. പവർ ഓഫ് ഹംബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് അക്സെപ്റ്റൻസ്. നമ്മൾ ചോദിക്കുക, ഞാൻ എത്രത്തോളം, 10ൽ എത്ര ആയിരിക്കും എൻ്റെ വിനയത്തിനുള്ള മാർക്ക്? ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരാളാണ്. മറ്റുള്ളവരെ വെൽക്കം ചെയ്യാനാണ്. മറ്റുള്ളവരോട് ഒരു 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 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല, മറ്റുള്ളവരെ എനിക്ക് അങ്ങനെ ഒരു 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 വിനയമില്ലാതെ മനസ്സിൽ നമുക്കറിയാം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എന്താ വെച്ചാല് ഞാൻ മറ്റുള്ളവരെ വിഭാഗീയതയോട് കൂടി കാണാറുണ്ട്. മറ്റുള്ളവരെ ജാതീയതയോട് കൂടി കാണാറുണ്ടോ? മറ്റുള്ളവരെ കളറിന്റെ പുറത്ത് മാറ്റി നിർത്താറുണ്ടോ? സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻസ് പുറത്തോ, അതല്ലെങ്കിൽ ഒരു 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 വെറുപ്പ് കീപ്പ് ചെയ്യാറുണ്ടോ? ഒരു അഹങ്കാരം കീപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ സ്പെഷ്യൽ ആണ്, എനിക്കിങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കുക. സെൽഫ് റിഫ്ലക്ഷൻ നടത്തും. ആ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത്. വേറെ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അറിയിക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇങ്ങനെയൊക്കെ കുറേശ്ശെയൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അഹങ്കാരം എല്ലാവരിലും കുറേശ്ശെയൊക്കെ ഉണ്ടാകും. അറിയാതെ മിസ്റ്റേക്സുകളൊക്കെ വരും. ആൻഡ് ദാറ്റ്സ് ഓക്കെ, സാരമില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, തിരിച്ചറിയുക. അതായത് അഹങ്കാരം നമ്മളിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ, വിനയം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുക. അത് നോർമലാണ്, ഇറ്റ്സ് ഓക്കെ, മനുഷ്യന് സംഭവിച്ചു പോകും. കാരണം മനുഷ്യൻ അത്രയ്ക്കും വീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ വീക്കാണ്, ഞാൻ അഹങ്കാരിയാണ് എന്നതിനർത്ഥം ഞാൻ വീക്കാണ്, ഞാൻ നിസ്സാരനാണ്, എനിക്കും അത് സംഭവിച്ചു പോകും. ദാറ്റ്സ് ഓക്കെ, സാരമില്ല. പക്ഷെ അതൊരു ബിഹേവിയർ ആയിട്ട് മറ്റുള്ള വ്യക്തികളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ, പ്രശ്നങ്ങളായി മാറുന്നുണ്ട് എങ്കിൽ, അപ്പോഴും പറയുക എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ചിലപ്പോൾ 1-2 തവണ അങ്ങനെ സംഭവിച്ചു വെച്ചിരിക്കും. പക്ഷെ ഇത് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണ്, ഇത് ഞാൻ ശരിയാക്കി എടുക്കേണ്ടതാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് ദേർ, ഐ വിൽ കറക്റ്റ് മൈസെൽഫ്, ഐ വിൽ ഹെൽപ്പ് മൈസെൽഫ്. ബിക്കോസ് ഞാൻ അത്രയും വേദനയിൽ, അത്രയും പെയിനിലായതുകൊണ്ട് എനിക്ക് സംഭവിച്ചു പോയ തെറ്റുകളാണ്. എന്റെ വേദനകളെ ഞാൻ ക്ലിയർ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്റെ വേദനകളെ ഞാൻ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്റെ വിഷമങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പെരുമാറാം എന്നുള്ള ലൈസൻസ് അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ള ലൈസൻസ് അല്ല. എന്റെ ആ വേദനകളെ എനിക്ക് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തെടുക്കണം, ഹീൽ ചെയ്തെടുക്കണം. ഹീൽ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം? എനിക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന, നല്ല രീതിയിൽ ക്ഷമ പരമാവധി കൊണ്ടു നടക്കാൻ കഴിയുന്ന, വിനയം കൊണ്ടു നടക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന, അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന, നല്ല രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയാം. അതാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹീലിംഗ് ജേണി തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വിനയമുള്ള ആൾക്കാർക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഗതിയാണ് അവർക്ക് കൂടുതൽ ആൾക്കാർ അവരെ അംഗീകരിക്കുമെന്നുള്ളത്, സ്വീകരിക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കൂടും. നിങ്ങൾ വിനയം നിങ്ങൾ കൊണ്ട് നടക്കുക. അത് ജെനുവിൻ ആയിട്ടുള്ള വിനയമാണ്. എന്താവരുത്? അതിവിനയം കാണിക്കേണ്ട, ഓവർ വിനയം കാണിക്കേണ്ട. എന്തായിരിക്കണം? അതായത് വല്ലാത്ത എളിമ, അവന്റെ എളിമ കണ്ടാൽ തന്നെ സംശയം തോന്നും. അങ്ങനത്തെ എളിമ വേണം.
അതായത് ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എളിമ വേണം. ജെന്യുവിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു എളിമ കൊണ്ടുവരണം. ഒരു എല്ലാവരെയും കമ്പാഷനേറ്റ് ആയിട്ട് കാണും. അത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ വല്ലാണ്ട് ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനയം പുറത്തു വരാൻ ഭയങ്കര പ്രയാസം. വിനയം പുറത്തു വരാൻ പ്രയാസമുള്ള ആൾക്കാർക്ക്, അഹങ്കാരം പെട്ടെന്ന് പുറത്തു വരുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിനാ അയാളോട് ഇപ്പൊ അങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എന്തിനാ എണീറ്റ് നിൽക്കുന്നത്, ഒരാള് വരുന്ന നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് സംസാരിക്കുന്നത് വിനയമാണ്. ഒരാളോട് താല്പര്യത്തോടു കൂടി സംസാരിക്കൽ വിനയമാണ്. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയൽ, അഭിനന്ദിക്കാൻ കഴിയും, അയാളുടെ കഴിവുകളെ അംഗീകരിക്കാൻ കഴിയൽ വിനയമാണ്. വിനയമുള്ളവർക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. നമുക്കും അപ്രീസിയേഷൻ ഒരുപാട് കിട്ടും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു ലഭിക്കുക. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു ലഭിക്കുക. അപ്പൊ വിനയമുള്ളവർക്കാണ് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ കഴിയും. അതൊരിക്കലും ഫേക്ക് ആയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടോ നേട്ടത്തിന് വേണ്ടിയിട്ടോ എന്നുള്ള രീതിയിൽ ചെയ്യണ്ട. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് സമ്പൽ സമൃദ്ധി അവരുടെ ലൈഫിൽ വരും. ജെന്യുവിനായിട്ട് ഫീൽ ചെയ്യുക, ജെന്യുവിനായിട്ട് നിങ്ങളെപ്പോലെ വിഷമങ്ങളുള്ള, നിങ്ങളെപ്പോലെ പ്രയാസങ്ങളുള്ള, നിങ്ങളെപ്പോലെ കഷ്ടപ്പാടുകളുള്ള, നിങ്ങളെപ്പോലെ അധ്വാനിച്ചിട്ടുള്ള, നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികൾ തന്നെയാണ്. അത് പണക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ. ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, ചില പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ കുറവാണ്, സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് വിഷമങ്ങൾ കുറവാണ്, അവരെ നമുക്ക് എങ്ങനെയും ട്രീറ്റ് ചെയ്യാം, അവരോട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അഹങ്കാരത്തോട് നമുക്ക് അവരെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരം ഉണ്ടാകും. അല്ല, അങ്ങനെയൊന്നുമില്ല. അവരനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് അവർക്ക് അറിയുള്ളൂ, അവരനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. ചില അവർ മാനസികമായിട്ടുള്ള പ്രയാസത്തിലൂടെ ആയിരിക്കും, ശാരീരികമായ അസുഖങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. എല്ലാവരെയും നമ്മൾ എന്താ വെച്ചാൽ പരമാവധി എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ അവരിലും വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് കാണാൻ ശ്രമിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്താണ് എന്താ വെച്ചാൽ ഒരു 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 അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എന്താ വെച്ചാൽ വിനയമുള്ള ആൾക്കാർക്ക് പറ്റും. അൺകണ്ടീഷണൽ ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും തുല്യരാണ് എന്ന് കാണുക, എല്ലാവരും ഒരേപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുക. കണ്ടീഷൻസ് വെക്കാതെ സ്നേഹം ഫീൽ ചെയ്യുന്നവർക്കാണ് വിനയം ഉണ്ടാവുക. വിനയം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? കണ്ടീഷൻസ് വെക്കാതെ സ്നേഹിക്കുക എല്ലാവരും. അയാളുടെ മതം ഏതായിക്കോട്ടെ, രാജ്യം ഏതായിക്കോട്ടെ, നാട് ഏതായിക്കോട്ടെ, എന്നെപ്പോലെ വിഷമങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള, പ്രയാസങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തി. നമ്മൾ നമ്മുടെ പെരുമാറ്റം ഇങ്ങനെ പാളിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ ഇത്ര വീക്കാണല്ലോ, ഞാൻ ശരിയല്ല, എനിക്ക് നമ്മുടെ ശക്തി ഇല്ലായ്മയാണ് കാണിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. നമുക്കൊരാളെ മൈൻഡ് ചെയ്യാൻ തോന്നാം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരാളെ മൈൻഡ് ചെയ്യാൻ തോന്നാത്തത് എന്താണ്? നമ്മൾ ഒരാളെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശക്തി ഇല്ലായ്മയാണ്. നമുക്ക് തോന്നുന്നു നമ്മുടെ ശക്തി, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റും. അതല്ല ശക്തി. ശക്തി എന്ന് പറയുന്നത് അത് വീക്ക്നെസ് ആണ്, അത് നമ്മുടെ പെയിൻ ആണ് കാണിക്കുന്നത്. അറിവുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അവിടെ കുറച്ചുകൂടെ നമ്മൾ എന്താ വെച്ചാൽ കൊളാബറേറ്റീവ് ആയിട്ട് നമ്മൾ ആൾക്കാരെ കുറച്ചുകൂടെ എന്താ വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റും. അൺകണ്ടീഷണൽ ലവ്. എന്താ അൺകണ്ടീഷണൽ ലവ്? ഒരാളുടെ പ്രവൃത്തി എന്താണോ, ഒരാളുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ഔട്ട്കം എന്താണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണോ, ഒരാളുടെ പ്രവൃത്തി എന്താണോ, അയാൾ നൽകുന്ന റിസൾട്ട് എന്താണോ, അതിലേക്ക് നോക്കാതെ അയാളെ സ്നേഹിക്കാൻ കഴിയുക. റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് അയാളുടെ സ്വഭാവത്തിന്റെ, പെരുമാറ്റത്തിന്റെ രീതികളിൽ നിന്ന് അയാളെ ജഡ്ജ് ചെയ്യാതെ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിൽ അറ്റാച്ച്ഡ് ആവാതെ അദ്ദേഹത്തിന്റെ ഔട്ട്കം, അദ്ദേഹം നമുക്ക് നൽകുന്ന ഔട്ട്കം എന്താണോ, റിസൾട്ട് എന്താണോ, അതിൽ ഫോക്കസ് ചെയ്യാതെ അതൊരു മനുഷ്യനാണ് എന്നുള്ള ഫോക്കസിലേക്ക് നമ്മൾ കൊടുക്കുക. നമ്മൾ ജനിച്ചിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ കാണുന്ന വ്യക്തികളെല്ലാം 6 മാസം മുൻപ്, അവർക്ക് 6 മാസം പ്രായമുള്ളപ്പോ അവരിൽ ഈ അഹങ്കാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? എല്ലാവരും കുഞ്ഞു കുട്ടികളാണ്, എല്ലാവരുടെയും ഉള്ളിൽ നിഷ്കളങ്കതയുണ്ട്, സ്നേഹമുണ്ട്, നന്മയുണ്ട്. ഇതൊക്കെ പിന്നീട് ലൈഫിൽ ഒരുപാട് വേദനയും പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് അഹങ്കാരം വരുന്നത്.
അഹങ്കാരം ആർക്കാണ് ഉണ്ടാവുന്നത്? വേണ്ട രീതിയിൽ റെക്കഗ്നിഷനോ വേണ്ട രീതിയിൽ സ്നേഹമോ ലഭിക്കാത്ത, വേദനകൾ ഒരുപാട് അനുഭവിച്ച ആൾക്കാർക്കാണ് എന്ന് വെച്ചാൽ അറിയാതെ അഹങ്കാരികളായിട്ട്. ഈ അഹങ്കാരം എന്ന് പറയുന്ന ക്വാളിറ്റി നമുക്ക് ഉണ്ടാവരുത്. അത് നമ്മൾക്ക് വേണ്ട ക്വാളിറ്റി അല്ല. അഹങ്കാരം എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മളുടേതല്ല, നമുക്ക് വേണ്ട. പക്ഷെ അറിയാതെ നമ്മളിൽ കയറിക്കൂടും. അത് നമ്മളെ വല്ലാണ്ട് നശിപ്പിക്കും. വിനയം നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. വിനയമുള്ള വ്യക്തികൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ജീവിതം കുറച്ചുകൂടെ എളുപ്പമാകും. ഈ അഹങ്കാരമുള്ള വ്യക്തികൾക്ക് എപ്പോഴും ദുഃഖമുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ട്? അഹങ്കാരമുള്ള വ്യക്തികൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ദുഃഖമായിരിക്കും. അവർക്ക് ക്രിയേറ്റീവ് ബ്രെയിന് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് എന്താ വെച്ചാൽ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലൊക്കെ പുറത്തെടുക്കാൻ ചിലപ്പം കഴിയും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക? ആ കഴിവ് എത്ര പുറത്തെടുത്താലും ഉയരങ്ങളിലേക്ക് എത്തില്ല. ഒരുപാട് ആൾക്കാരിൽ വെറുക്കപ്പെടും. ഒരുപാട് ആൾക്കാരാൽ വെറുക്കപ്പെടും. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അഹങ്കാരികളായിട്ടുള്ള ആൾക്കാർ ഒറ്റപ്പെട്ടു പോകും. ലൈഫിൽ എന്നും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ലൈഫിൽ എന്നും ഒരു പ്രയാസം ഫീൽ ചെയ്യും. ഭയങ്കര സഹകരിക്കാൻ അവർ തയ്യാറാണ്, പക്ഷെ സഹകരണം അവർക്ക് ഭയങ്കര പ്രയാസമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, അപ്പൊ അത് നമ്മളുടെ വളർച്ചയെ തടസ്സം നിർത്തുന്ന സംഗതിയാണ്. വിനയമില്ലായ്മ വളർച്ചയെ തടസ്സം നിർത്തും. വിനയം നിങ്ങൾക്ക് കൂടുതൽ വളർച്ച നൽകും. നിങ്ങൾക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവണം. വിനയം പ്രാക്ടീസ് ചെയ്തേ പറ്റും. എങ്ങനെയാ നമ്മൾ വിനയം പ്രാക്ടീസ് ചെയ്യുക? അതായത് അപ്രീസിയേഷൻ, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, മറ്റുള്ളവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുക. നല്ല എന്തെങ്കിലും നല്ല വസ്ത്രം ധരിച്ച ഒരാൾ വന്നു, നന്നായിട്ട് ജെന്യൂനായിട്ട് പറയാം, നിങ്ങളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കളർ സെലക്ഷനാണ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ധരിച്ചത്. അപ്പോഴേക്കും നമുക്ക് തോന്നും, ഓ ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തലയിൽ കയറി പോയാലോ, ആളങ്ങ് ഭയങ്കര അഹങ്കാരിയായാലോ, നമ്മുടെ മുകളിൽ പോയാലോ. ഇതെന്താ പ്രോബ്ലം? നമ്മളുടെ ഉള്ളിലുള്ള വീക്ക്നെസ് ആണ്. ഹീലിംഗിന്റെ കാര്യമാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. നമുക്ക് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വളരെ പോസിറ്റീവ് ആയിട്ട് എന്താ വെച്ചാൽ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ പ്ലസ് പോയിന്റ്സുകൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക? അപ്രീഷിയേറ്റ്, ജെന്യൂൻ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി, വിനയം നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളത്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് മെന്റാലിറ്റി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കും. പറ്റുമെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയം മറ്റുള്ളവരോട് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാൻ വേണ്ടി, മറ്റുള്ളവരുടെ വിഷമങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക, അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. വിനയം നമ്മളിൽ ഉണ്ടാകാവുന്ന മറ്റൊരു വളരെ നല്ല ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ പറയും. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. മറ്റുള്ളവരുടെ സക്സസിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് മനസ്സിരുത്തിയിട്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ജീവിതത്തിൽ നന്മ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? അങ്ങനെ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അവിടെയൊക്കെയാണ് എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക്, മറ്റുള്ളവരുടെ ഫീലിങ്സിന്, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ഈ ലോകത്ത് തന്നെ സ്നേഹമുണ്ടാവാനും നന്മയുണ്ടാവാനും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ചിന്തയിൽ തുടങ്ങി ഈ ലോകം നന്നാക്കാൻ വേണ്ടി. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിലേക്ക് പോകുന്നതിന് പകരം, അതിനെ കംപ്ലൈന്റ് പറയുന്നതിന് പകരം, വി ക്യാൻ ക്രിയേറ്റ് ദിസ് വേൾഡ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത്
ആ ചിന്ത നമ്മൾ ഈ ലോകത്ത് നന്മയിലേക്ക് കൊടുത്തുവിടുക. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ചിന്തകളിലൊക്കെ നന്മ പലപ്പോഴും ഉള്ളത് കൊണ്ടും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളിൽ നന്മ ഉള്ളത് കൊണ്ടുമാണ് ഈ ലോകത്ത് ഇപ്പോഴും നന്മ നടമാടുന്നത്. അല്ലെങ്കിൽ എന്നോ ഈ ലോകം കുട്ടിച്ചോറാവും. ഓൾറെഡി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, കൈവിട്ട് പോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് നന്മ ആഗ്രഹിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഹ്യൂമാനിറ്റി ഈസ് ദേർ. മനുഷ്യത്വവും അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന നന്മയും ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിവിടെ സർവൈവൽ ഉള്ളൂ. അപ്പൊ നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തുണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്യണം. ഐ ഹാവ് ടു ബി എ കാറ്റലിസ്റ്റ് ഫോർ ഗുഡ്നെസ്. I will become a catalyst for പീസ്, സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധ റാലികളെക്കാട്ടിലും, അല്ലെ, എന്തുകൊണ്ട് മഹാത്മാഗാന്ധി എങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതും? സമാധാനത്തിന്റെ വഴിയായിരുന്നു, അസഹിഷ്ണുതയുടെ, അല്ലെ, സഹിഷ്ണുതയുടെ വഴിയിലൂടെയാണ്. ടോളറൻസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വഴിയിലൂടെ. എന്നാൽ പ്രതിഷേധത്തിന്റെ മറ്റുള്ള രീതിയിലുള്ള വഴികളും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ യുദ്ധത്തെ യുദ്ധം കൊണ്ട് നേരിടുമ്പോൾ ആ യുദ്ധം അവസാനിക്കല്ല ചെയ്യുന്നത്. കൂടുതൽ ദുരന്തങ്ങളും കൂടുതൽ നെഗറ്റിവിറ്റിയും കൂടുതൽ ട്രോമകൾ അനുഭവിക്കുന്ന വ്യക്തികളും ഒരുപാട് ട്രോമകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടാവുകയാണ്. ഒരു യുദ്ധം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവുമ്പോൾ. അപ്പൊ ശരിക്കും എന്താ വെച്ചാല് നമ്മൾ നന്മ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് തന്നെ വന്നാൽ തന്നെ നമ്മൾ വിനയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ക്വാളിറ്റീസ് മറ്റുള്ളവരും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾക്ക് ഉൾപ്പെടുത്തുക. നമ്മളുടെ ലോകത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ ലോകം വലുതാക്കുക. നമ്മുടെ ലോകം ഞാൻ എന്ന് പറയുന്നതിലേക്ക് മാത്രം ചുരുങ്ങാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചില സമയത്ത് എനിക്ക് തോന്നും, ഞാൻ എന്തിനാണ് ഈ ക്ലാസ് എടുക്കുന്നത്, ഡെയിലി ക്ലാസ് എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറയാറില്ലേ? അപ്പൊ ആ ചില സമയത്ത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു എനിക്ക് ചില സമയത്ത് എന്ന് വെച്ചാൽ അത് എനിക്ക് എടുക്കാനുള്ള ഒരു ശക്തി തരുന്നത്, ചിലപ്പോൾ മൂഡ് ഉണ്ടാവില്ല. ചില ദിവസം എണീക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് പിന്നെ ഞാൻ എന്തിനു വരണം? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. ഇത് തോന്നരുത് എന്ന് പറയുന്നത് അല്ലെ, മോശനെ പറയുന്നു, അങ്ങനെ ഒരിക്കലും തോന്നരുത്. അല്ല, തോന്നുന്നത് സ്വാഭാവികമാണ്, ഞാനൊരു മനുഷ്യനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് തോന്നുന്നത് ഇങ്ങനെ തോന്നാം, അല്ലെ? അത്തരത്തിലുള്ള തോന്നലുകൾ ആർക്കും വരാം. ഞാൻ പറഞ്ഞല്ലോ, നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പോ അത് ജെന്യുവിനായ ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇറ്റ്സ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. സത്യസന്ധമായി പറയണം, ഇങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്ന സമയത്ത് എന്താണ് അതിനർത്ഥം? എന്ന് വെച്ചാൽ ഇതെന്താ, എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ലേ, ക്ലാരിറ്റി ഇല്ലേ എന്നുള്ളതൊന്നുമല്ല. ക്ലാരിറ്റി ഒക്കെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഇത് എന്തിനു ചെയ്യണം, എങ്ങോട്ട് പോകണം, എത്ര എന്ന ക്ലാരിറ്റി ഉണ്ട്. എന്നാലും ചില തോന്നും എല്ലാ ദിവസവും പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കണോ. ചില സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് ആ തോന്നലുകൾ വരുന്നതിനർത്ഥം ക്ലാസ് എടുക്കണം. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ അവിടെ നിന്ന് തിരിച്ചറിവ് മനസ്സിലേക്ക് വീണ്ടും വരികയാണ്. അത് നേരത്തെ വരികയാണ്. എന്താ വെച്ചാൽ ഐ ഷുഡ് ഡു ദിസ് ഈവൻ ഇഫ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ഷുഡ് ഡു ദിസ്. ഞാൻ ചെയ്യണം. എന്തിന്? ഇതുകൊണ്ട്, ക്ലാസ് കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? നമ്മളെന്താ വെച്ചാല് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, ഒരുപാട് പേരുടെ ലൈഫിൽ ആശ്വാസമാകും. സോ എനിക്ക് ഓക്കെ അല്ലെങ്കിലും ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യണം. ഞാൻ പരമാവധി ശ്രമിക്കണം. ആൻഡ് ദാറ്റ്സ് ദ വേ ഐ ക്യാൻ ഡു സം ഗുഡ്. കാരണം ഞാൻ വിചാരിക്കുന്നത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയില്ലേ നമ്മള്, അല്ലെ? എനിക്കിപ്പോ എന്റെ വോയിസ് വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല. എനിക്കിപ്പോ എന്റെ സംഗതികൾ ഇപ്പൊ എന്താ, ഞാനിപ്പോ ഇങ്ങനെ ഒരു വ്യക്തി മാത്രമാണ്. പക്ഷെ മറ്റു പലർക്കും അങ്ങനെയല്ല. ഇവിടെ കേൾക്കുന്ന പലർക്കും ചിലപ്പോൾ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. എനിക്കിപ്പം ദൈവം തന്നൊരു കഴിവായിരിക്കും സംസാരിക്കാനുള്ള കഴിവ്. ഇതെന്റെ കയ്യിലുണ്ട്. സാധാരണ എല്ലാവർക്കും ഉള്ളത് പോലെ ഒരു കഴിവല്ലേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് ചിന്തിക്കാം. പക്ഷെ മറ്റു പലർക്കും
അത് വലിയൊരു പ്രതീക്ഷയായിരിക്കും. മറ്റു പലർക്കും വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം നമ്മൾക്ക് ആ കഴിവ് നമ്മളിൽ തന്നിരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്കും ഓരോരുത്തർക്കും ഇത് എന്തിന് ചില കാര്യങ്ങൾ ചെയ്യണം. സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു നീഡ് ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. ആ നീഡ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട, എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട സാധനം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള, നന്മ ചെയ്യുക എന്നുള്ള, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഒരു ബാലൻസിങ് നടക്കും, ഹോർമോണൊക്കെ ബാലൻസ്ഡ് ആകും, നല്ല ആരോഗ്യം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ എന്താ വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താ വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതേപോലെ എല്ലാവരുടെയും ഉള്ളിൽ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. നമുക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാലോ. സോ ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചെയ്യുന്നത്. ഞാനിപ്പോ ഈ സംഗതികൾ ചെയ്യുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ നടത്തുന്നു, കോഴ്സുകൾ നടത്തുന്നു, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. എനിക്ക് ഒരു ഉപജീവന മാർഗം കൂടിയാണ്. കാരണം എനിക്ക് ഇങ്ങനെ സ്കില്ലുണ്ട്, കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നു. സോ ദിസ് ഈസ് മൈ പ്രൊഫഷൻ ആസ് വെൽ. സോ എന്റെ ജോലിയും കൂടെയാണ് ഇത്. സത്യസന്ധമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ അതിൽ ഒരു നമുക്ക് നന്മയുടെ എലമെന്റ് കൊണ്ടുവരാം. അത് വിനയമാണ്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വിനയമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പാളിപ്പോകും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അവിടെ മനസ്സിലാക്കിയ ഈ പറഞ്ഞിരിക്കുന്ന സക്സസ് ഒന്നും, ഈ പറഞ്ഞിരിക്കുന്ന അഭിനന്ദനങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നുകൂടെ തിരിച്ചറിയുക. വിനയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒന്നും നിലനിൽക്കുന്നതല്ല. എല്ലാം ഇന്ന് വന്ന സക്സസ് നാളെ പോകും, ഇന്ന് വന്ന വളർച്ച നാളെ പോകും, ഇന്ന് വന്ന കഴിവ് നമുക്ക് നാളെ പോയേക്കാം, അത് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കിതൊന്നും സ്ഥായിയല്ല, സ്ഥിരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. സ്ഥായിയല്ല, സ്ഥിരമല്ല. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ലഭിച്ച സ്വത്താവട്ടെ, വലിയ അവാർഡുകളാവട്ടെ, സംഗതികളാവട്ടെ, ഇതൊക്കെ നമ്മളിൽ എന്നും നിലനിൽക്കുമെന്നും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മൂഢമായ ചിന്താഗതിയാണ്. എപ്പോ വേണമെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാം, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം തകർന്നില്ലാണ്ടായി പോകാം. അപ്പൊ തിരിച്ചറിയുക, ഇതെപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടും. അഹങ്കരിക്കാൻ നമുക്കൊരിക്കലും എന്തില്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്റെ കരിയറിൽ ഞാൻ നല്ല പീക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രയാസങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടായിട്ട്. നമ്മൾ പറയാറില്ല, ഒരു വലിയ കയറ്റം വേണ്ടി ഇറക്കമുണ്ടാന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ എന്താ പറയുക, പരീക്ഷണങ്ങളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഡൗൺസ് ഉണ്ടാകുന്നത് വിനയം നമ്മളിൽ കൊണ്ടുവരാൻ നന്നായിട്ട് ശ്രമിക്കും. അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് നല്ലതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രായം കൂടുന്നവരും ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ സംസാരമൊക്കെ കുറഞ്ഞു വരും. ഈ യുവാവായിരിക്കുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരിയായിരിക്കും, പൊട്ടിത്തെറിയായിരിക്കും, വാശിയായിരിക്കും, അതായിരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ മനസ്സിലാവും, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി മനസ്സിലാവുന്നത് നമ്മുടെ അഹങ്കാരം കുറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് സംസാരിക്കുന്ന, കൂടുതൽ കേൾക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലവരെന്താ വെച്ചാൽ വീണ്ടും അഹങ്കാരിയായിട്ട് പോയിക്കും. വിനയം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ പ്രത്യേകതയാണ് എന്താ വെച്ചാൽ, നമുക്ക് സംസാരിക്കാൻ ഒരു വായയും അല്ലെങ്കിൽ ഒരു നാവും രണ്ട് ചെവിയും തന്നത് കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനും പറയാം. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടേത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വിനയമാണ്. മറ്റുള്ളവരുടേത് കേൾക്കുക എന്ന് പറയും. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് ചേർത്ത് പറഞ്ഞിട്ട് പോകാം. നമ്മൾക്ക്
കിട്ടിയതെല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അഹങ്കാരിയായി പോയതിന്റെ, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു ട്രാക്കിൽ പോയപ്പോൾ കറക്റ്റായ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുതരാം. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ട് സാരമില്ല, തിരിച്ചു വരാനുള്ള ഒരു നല്ല മനുഷ്യനാവാനുള്ള ഒരു അവസരമാണ്. സോ ഡോണ്ട് വറി, വട്ട് എവർ ദ പെയിൻ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ, നിങ്ങളെ ഹംബിൾ ആക്കാനുള്ളതാണ്. അതിനെ തെറ്റിദ്ധരിക്കരുത്. കൂടുതൽ വേദന അനുഭവിക്കുമ്പോൾ അഹങ്കാരിയായി പോകരുത്, പ്രതിഷേധമുള്ളവനായി പോകരുത്. വേദന നിങ്ങളെ കൂടുതൽ വിനയമുള്ള വ്യക്തിയാകട്ടെ. സങ്കടങ്ങൾ, പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ വിനയമുള്ള വ്യക്തിയാകട്ടെ. കാരണം നമ്മൾ ഇത്ര നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പവർ തുടങ്ങുന്നത്. റിയൽ പവർ എന്ന് പറയുന്നത് ഉള്ളിൽ നന്മ വരുമ്പോഴാണ്, ഉള്ളിൽ സ്നേഹം വരുമ്പോഴാണ്, ഉള്ളിൽ നമ്മൾ മറ്റുള്ളവരും ഇതേപോലെ വേദനകൾ അനുഭവിക്കുന്നുണ്ടാവും, ഞാൻ വ്യത്യസ്തനല്ല എന്നുള്ളിടത്താണ്, ഞാൻ നിസ്സാരനാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ശക്തി ഉണ്ടാവുന്നത്. ശരിക്കും മനസ്സിലായോ എന്നറിയില്ല. ഞാൻ നിസ്സാരനാണ് എന്നുള്ളിടത്താണ് ശക്തി ഉണ്ടാവുന്നത്. അതായത് ഞാൻ നിസ്സാരനാണ് എന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്, നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്, കമ്പാഷനേറ്റ് ആവുന്നത്. ഇത്രയേ ഉള്ളൂ ഞാൻ, ഇങ്ങനെയൊക്കെ ഉള്ളൂ ഞാൻ, ഇത്രയും നിസ്സാരനാണ്, ഇത്രയും വീക്കാണ്, ഇത്രയും സംഗതികളുണ്ട്, വിഷമങ്ങളിലൂടെ കടന്നു പോവുകയാണ്, പ്രയാസമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്ത് ഞാൻ വിഷമിച്ചില്ല, ഞാൻ വിഷമിക്കുന്നില്ല, ഞാൻ വിഷമിക്കൂല എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാണ് നമ്മൾ വിഷമിക്കുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ വിഷമത്തിൽ, പ്രയാസത്തിൽ നിൽക്കുന്നിടത്ത് അവിടെ നോക്കിയാൽ ഞാൻ വിഷമിക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ എന്നെ മനസ്സിലാക്കുന്നു, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ അങ്ങനെയുള്ള ഒരു സംഗതിയിലൂടെ എന്നിട്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങണം. ആ സ്നേഹത്തിൽ നിന്ന് വിനയം ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണണം. എന്ന് വെച്ചാൽ അതേപോലെ വിഷമത്തിലൂടെയും പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നവരാണ് പലരും. ആസിഫ് അലി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ എന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു, തിരക്കിലായിരുന്നു. ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. കാരണം ഈ ഇഷ്യൂ നടന്നിട്ട് എന്താന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫോൺ ഓൺ ആക്കിയപ്പോഴേക്കും ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരുപാട് കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് ജനങ്ങൾ പറയുന്ന ആ വ്യക്തിയുടെ ഒരുപാട് കോളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചപ്പോ, നേരിട്ട് കാണാൻ പറ്റുമോ, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഒരാൾ കൊച്ചിയിലാണ്, ഒരാൾ ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഫോണിലൂടെ സംസാരിച്ചപ്പോ ആസിഫ് അലി മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ്. എന്നിട്ട് ആ വിഷമത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ്. ദയവ് ചെയ്ത് ഇനി അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് നടത്തരുത്, സൈബർ ബുള്ളിങ് നടത്തരുത്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ദയവ് ചെയ്ത് തുടരരുത് എന്ന് പറയുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു സംഗതി കാണിക്കുക. അതായത് വേറൊരാളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അപ്രീഷിയേറ്റ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് വാശി പിടിക്കുക, അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകണം, വേണ്ട ഞാൻ ഇതിലൊന്നും പ്രതികരിക്കുന്നില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ആ സഹകരണമുണ്ട്. അതാണ് വിനയം. വിനയം എന്ന് പറയുന്ന അടുത്ത പോയിന്റ് അതാണ്. നിങ്ങൾ സഹകരിക്കുമ്പോഴാണ് വിനയം. സഹകരിക്കുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനുള്ള മനസ്സ്. മറ്റുള്ളവർ പറയുന്ന പ്രൊജക്റ്റുകളോട് അതിൽ നമുക്കൊരു നന്മയും ചിലപ്പോൾ ഉണ്ടാവില്ല. സമൂഹത്തിന് ചിലപ്പോൾ നന്മയുണ്ടാവും, മറ്റുള്ള വ്യക്തിക്ക് നന്മയുണ്ടാവും. മറ്റുള്ളവരുടെ പ്രൊജക്റ്റുകളോട് സഹകരിക്കാൻ നമുക്ക് മനസ്സില്ലേ? മറ്റുള്ളവരുടെ പ്രൊജക്റ്റുകളിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ, അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചാൽ എപ്പോഴും വളർച്ചയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതാണ് പറയുന്നത്, വിനയമുള്ള ആൾക്കാർക്ക് വളർച്ചയുണ്ടാന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ പ്രൊജക്റ്റുകളോട് സഹകരിക്കാൻ കഴിയും, അവരെ സപ്പോർട്ട്. നമ്മുടെ ക്ലോസ്ഡ് സർക്കിൾ എന്നുള്ളത് നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രമല്ല, അതല്ലാത്തവർക്ക് ഞാൻ എന്തിനു സഹകരിക്കണം എന്ന ചോദ്യം എപ്പോഴും ചോദിക്കരുത്. എനിക്കിതിൽ എന്തുണ്ട് എന്ന ചോദ്യം എപ്പോഴും ചോദിക്കരുത്. നമുക്കൊന്നും വേണ്ട, സഹകരിച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതൽ വിനയമുള്ള ആളായി മാറുന്നു, കൂടുതൽ അറിവുള്ള, കഴിവുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു.
കൂടുതൽ നമുക്ക് എന്താ വെച്ചാൽ വിനയം, കൂടുതൽ സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നു, കൂടുതൽ കൊളാബറേഷൻ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. ബിസിനസ്സുകളൊക്കെ വളരുന്നതിൽ എന്താ വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നതിൽ ഭയങ്കരമായി റിജിഡ് ആയിട്ട് മാറരുത്, ഫ്ലെക്സിബിൾ ആവുക. അതാണ് വിനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. റിജിഡ് ആവരുത്, ഫ്ലെക്സിബിൾ ആവണം. നമ്മളിങ്ങനെ ഭയങ്കര റിജിഡ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകും. ഓക്കെ, മറ്റുള്ളവരോട് സഹകരിച്ചു പോകുന്ന, പ്രൊജക്റ്റുകളോട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുക മറ്റുള്ളവരുടെ. അപ്പൊ അതിലേക്ക് എന്താ വെച്ചാൽ സഹകരിച്ചു പോകുമ്പോൾ അതെന്താകും, അവർക്ക് ഒരുപാട് അവരുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് എന്താ വെച്ചാൽ നല്ല സ്ഥാനം ലഭിക്കും. അവര് നമ്മളുമായിട്ട് സഹകരിക്കുന്ന സിറ്റുവേഷൻസ് വരും. നമ്മൾ വിനയമുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സഹായം ലഭിക്കും. നമ്മൾ വിനയം എന്തുകൊണ്ട് കൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ നമ്മൾ സഹായിച്ചവരെ എന്നും ഓർത്ത് വെക്കുക, അവർക്കെന്നും സപ്പോർട്ട് കൊടുക്കുക, അവരെ എന്നും വില കൽപ്പിക്കുക, എന്നും വന്ന വഴി മറക്കാതിരിക്കുക, എപ്പോഴും താങ്ക്സ് പറയുക, അവർക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അവരെ മനസ്സിൽ കാണുക, വിഷ്വലൈസ് ചെയ്യും, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ വിഷമഘട്ടത്തിൽ അവരെ സഹായിക്കുക. അതാണ് വിനയം. അവരുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ടെന്ന് വെച്ചാൽ വിനയം നമ്മളെന്ന് വെച്ചാൽ. സോ വിനയത്തിലൂടെ നമുക്ക് പോകട്ടെ. അതാണ് നമുക്ക് ചിലരം the fastest way to succeed is to help other people to succeed in their life. ഏറ്റവും ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ടാണ് ഞാൻ പറയുന്നത്. ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് വേണം സക്സസിലേക്കുള്ള, വളർച്ചയിലേക്കുള്ള, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് വേണോ? ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് വേണോ? ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് ടു അച്ചീവ് യുവർ ഗോൾസ് ഈസ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ ടു അച്ചീവ് ദർ ഗോൾസ്. അതായത് നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് വേഗത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സഹായിക്കുക. മനസ്സിലാകുന്നുണ്ട്? അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ നീക്കാൻ വേണ്ടി ശ്രമിക്കും. ഹെൽപ്പ് ദം സോൾവ് ദെയർ സ്ട്രഗിൾ. അവരുടെ സ്ട്രഗിൾ, മറ്റുള്ളവരുടെ പ്രയാസം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന എന്ത് പ്രയാസമാണ്. ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു വലിയ കാര്യമായിട്ട് പറയില്ല. ഒരുപാട് നിങ്ങളിൽ പല ആൾക്കാരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. വെനെവർ ഐ സ്റ്റോപ്പ് ദിസ്, ഞാൻ എന്ന് ഇത് നിർത്തുന്നുവോ, എന്ന് ഞാൻ ഇതിൽ നിന്നെല്ലാം പിന്മാറുന്നുവോ, അല്ലെങ്കിൽ എന്ന് ഞാൻ ഈ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അന്ന് എന്റെ ലൈഫിൽ അബണ്ടൻസ് കുറയും. അബണ്ടൻസ് വരാൻ, സമ്പൽ സമൃദ്ധി വരാൻ ഏറ്റവും നല്ല കാര്യമാണ് മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. എന്നതിനർത്ഥം നമ്മളുടേത് വിട്ടിട്ട് അങ്ങനെ പോവുക എന്നുള്ളതല്ല. നമ്മളുടേത് നമ്മൾ ചെയ്യണം, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. പക്ഷെ അതിന്റെ കൂടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, മറ്റുള്ളവരെ അവരുടെ സ്വപ്നത്തിലേക്ക് സഹകരിക്കുക, അവരുടെ കൂടെ സഹകരിച്ചു കൊടുക്കുക. അപ്പോൾ അറിയാതെ നമ്മളുടേത് ഇങ്ങനെ വളരും. നമ്മളെ സഹായിക്കാൻ വേണ്ട ആൾക്കാർ വരും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും. അല്ലാതെ എനിക്കാരും വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, നമ്മൾ ആരും സഹായിക്കാൻ അങ്ങോട്ട് തയ്യാറല്ല, യൂണിവേഴ്സിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറല്ല. എന്നിട്ട് നമ്മളെ ആരും സഹായിക്കുന്നില്ല, നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഓക്കെ, അവന്റെ ഭാഗ്യം, അവരുടെ ഭാഗ്യം, അവളുടെ ഭാഗ്യം, അവനെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ വെറുതെ ഉണ്ടാവില്ല. ആൾക്കാർ നമ്മളെ സഹായിക്കും. നിരന്തരം നിങ്ങൾ നന്മ ചെയ്ത് നോക്ക്, നിങ്ങളെ ആൾക്കാർ സഹായിക്കാൻ വേണ്ട ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങൾ നിലനിൽക്കല്, നിങ്ങളുടെ വളർച്ച അവരുടെ സന്തോഷമാണ്. കാരണം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ വിനയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സാണ്. ആ വിനയം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും. അപ്പൊ ചോദിക്കുക, എനിക്ക് എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയുന്ന രീതി ഏതാണ്? പണമില്ല, പണം എന്തിന്? ഹെൽപ്പ് കൊടുക്കാൻ പണം വേണ്ട. അറിവ് കൊടുക്കുന്നത് ഒരു പണമാണ്. അധികം ആൾക്കാർക്ക് മനസ്സിലാകാത്ത സീക്രട്ട് ആണിത്. ചില അബണ്ടൻസിന്റെയും ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്
മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം മറ്റുള്ളവന്റെ കയ്യിലാണ് അവസരം കിടക്കുന്നത്, മറ്റുള്ളവന്റെ കയ്യിലാണ് അവസരമുള്ളവനുള്ള കണക്ഷൻ കിടക്കുന്നത്. നമുക്ക് വേണ്ട അവസരം ഒരാളെടുത്തുണ്ട്, നമുക്ക് വേണ്ട പണം ഒരാളെടുത്തുണ്ട്, നമുക്ക് വേണ്ട കസ്റ്റമർ ഒരാളെടുത്തുണ്ട്, നമുക്ക് വേണ്ട ബിസിനസ് ഒരാളെടുത്തുണ്ട്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ അറിയാം. പക്ഷെ അദ്ദേഹത്തെ അറിയുന്ന ഒരാളിവിടെ, ഇദ്ദേഹത്തെ നമുക്കറിയാമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ സഹായിച്ചാൽ, എന്നിട്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, വിനയത്തോടു കൂടി ചോദിക്കാം. വിനയം എന്ന് പറയുന്നത് ആസ്കിങ് ഹെൽപ്പാണ്. നമ്മുടെ ഈഗോ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് തരൂ, അല്ലെങ്കിൽ എന്റെ ഈ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് ഉപകാരപ്പെടും. അദ്ദേഹത്തെ കണക്ട് ചെയ്യും. അദ്ദേഹത്തെ അറിയാം, അവർ തമ്മിൽ നല്ല ബന്ധമാണ്. നോ പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യെസ് പറയും. അപ്പൊ നമുക്ക് വേണ്ട ആള് യെസ് പറയും. വളർച്ച എന്ന് പറയുന്നത് ഇവരെ ഇങ്ങനെ എത്ര പേരുണ്ട് നമുക്കറിയാവുന്ന, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അറിയുന്നവര് മാത്രം ഹെൽപ്പ് ചെയ്താൽ പോലെ, അറിയാത്തവരെയും ഒരുപാട് ആൾക്കാർ, നിങ്ങളെയൊക്കെ എനിക്ക് അറിയും, നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ അവര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അതാണ് പറയുന്നത്, യു ഹാവ് ടു ബി ദ മോസ്റ്റ് ലൈക്കബിൾ പേഴ്സൺ ഇൻ ദ റൂം. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക. പീപ്പിൾ പ്ലീസിങ് അല്ല. അവർക്ക് നമ്മളെന്ന് വെച്ചാൽ അത് പീപ്പിൾ പ്ലീസിങ് എന്നല്ല, നമ്മൾ നമ്മളുടെ നന്മ ചെയ്ത് പോവുക. യു ഹാവ് ടു ബി ദ മോസ്റ്റ് നൈസസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം. നൈസസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും. ആൻഡ് നൈസസ്റ്റ് പേഴ്സൺ ഇൻ ദ സിറ്റി. നൈസസ്റ്റ് പേഴ്സൺ ആവാൻ വേണ്ടിട്ടെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ആ നൈസസ്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു മാർക്കറ്റിൽ, ആ ടെറിട്ടറിയിൽ, ആ ബിസിനസ് ലോകത്ത്, ആ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ എന്താ വെച്ചാൽ നൈസ് ആയിട്ടുള്ള പെരുമാറ്റമുള്ള വ്യക്തിയായിട്ട് പറയാം. ബി നൈസ് ടു പീപ്പിൾ, ബി ഹെൽപ്പിംഗ്, ബി ഗിവിങ്. ഒരു ഗിവറായി മാറുക. അതാണ് ഗിവറായി മാറുന്നതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ. വിനയമുള്ള ആൾക്കാരുടെ മറ്റൊരു ഗോൾഡ് വെച്ചാൽ സ്മൈലിംഗ്, പുഞ്ചിരിക്കുന്ന ആൾക്കാരായി മാറും. ആര് കണ്ടാൽ പുഞ്ചിരിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിക്കാൻ പോവാണ്. വിനയം എന്ന് പറയുന്ന വിഷയത്തില് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ വിനയം ഗുണം കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആവശ്യം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്കിത് വിനയം നമുക്ക് വരുന്നില്ലെങ്കിൽ, നമുക്ക് മറ്റുള്ള ഒരാളോട് പുഞ്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ള ഒരാളെ ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പെയിൻ നമ്മുടെ ലൈഫിലുണ്ട്. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഹീൽ ചെയ്യാൻ നമ്മുടെ ബാച്ച് ആരംഭിക്കാൻ പോവാണ് 20-ാം തീയതി. കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാതെ ആൾക്കാരുണ്ടെന്നെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിനയവും അൺകണ്ടീഷണൽ ലവും കരുണയും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വേണം. ഈഗോ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ. അതാണ് നേരത്തെ പറഞ്ഞല്ലോ, വിനയം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ആസ്കിങ് ഹെൽപ്പ്. ഞാൻ ഒന്നുമല്ല, എനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ളതിന് നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്ന വ്യക്തികളായിട്ട്. ഹെൽപ്പ് ആവശ്യമുള്ളത് ചോദിക്കണം. ഗെറ്റ് ബ്രില്യന്റ് അറ്റ് ആസ്കിങ് ഹെൽപ്പ് എന്നുള്ള ഹെൽപ്പ് ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാവണം, കഴിവുള്ളവരായിരിക്കും. ഗെറ്റ് ബ്രില്യന്റ്. കഴിവുണ്ടാവണം. കഴിവെന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു കോളേജ്, നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ, ഗോ. അവനെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, ഞാൻ അവന്റെ മുൻപിൽ കുറഞ്ഞു പോയില്ലേ, ചെറുതായി പോയില്ലേ? നോ, ഇറ്റ്സ് ഓക്കെ. ബി ഹംബിൾ. ഓക്കെ, അപ്പോ വിനയം എപ്പോഴും കൊണ്ടു നടക്കുക. നിങ്ങൾ ഏത് വാഹനത്തിൽ സഞ്ചരിച്ചോട്ടെ, വലിയ വാഹനമാണെങ്കിലും എന്തിലാണെങ്കിലും, നിങ്ങൾ ഏത് വലിയ വീട്ടിൽ താമസിക്കുകയാണെങ്കിലും വിനയം കൊണ്ട് നടക്കുക. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരുപാട് പണം ഉണ്ടായിട്ട് ഒരുപാട് നമ്മളിങ്ങനെ പറയും, ആൾക്കാർക്ക് പറയും അഹങ്കരിക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷെ അഹങ്കരിക്കാൻ അവകാശമുള്ള തരത്തിൽ പണവും സമ്പത്തും കാര്യങ്ങളും ഉണ്ടായിട്ടും അഹങ്കരിക്കാതെ ജീവിക്കുന്ന, വിനയത്തോടു കൂടി ജീവിക്കുന്ന, ഹംബിളായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോഴാണ് വിനയം നമ്മളിൽ ഉണ്ടാകും. ഒരുപാട് സമ്പത്തും ഒരുപാട് അറിവുണ്ടാകുമ്പോൾ പോലും നമ്മളൊന്നുമല്ല, നമുക്കൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, പോരായ്മകളുണ്ട്, നമുക്ക് അഹങ്കാരമുണ്ട് എന്ന ചിന്ത തന്നെയാണ്. നമ്മളിലൊക്കെ അഹങ്കാരമുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ്. എപ്പോ വേണമെങ്കിലും ഈ അഹങ്കാരം വന്ന് നമ്മളെ കീഴ്പ്പെടുത്താം. നമ്മളിലൊക്കെ ഇതുണ്ടാകും എന്ന് അഡ്മിറ്റ് ചെയ്യുന്നിടത്ത് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? വിനയം തുടങ്ങുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക.
അതായത് എനിക്ക് ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്ന ചിന്തകൾ ഉണ്ടാവട്ടെ. എല്ലാം എനിക്കറിയാം എന്ന ചിന്തകളിലൂടെ പോകരുത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന ചിന്തയിലൂടെ പോകരുത്. ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് എടുക്കും. ഒരു കോച്ചിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കണം. ഒരു കോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യണം. സോ കം ആൻഡ് ഗെറ്റ് യുവർ ഹെൽപ്പ്. ഹെൽപ്പ് ചോദിക്കാം. നമ്മുടെ കോഴ്സിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ടീം മെമ്പേഴ്സ്. സോ ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടോ? സോ ജൂലൈ 20 നടക്കുന്ന നമ്മുടെ EFT കോച്ചിലേക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് കേട്ടോ. മറക്കരുത്, പ്രോഗ്രാമിൽ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്ന് നമ്മളുടെ സെഷൻ ഉണ്ട്, മോർണിംഗിൽ ഹീലിംഗ് സെഷൻ ഉണ്ട്, അതിലേക്ക് കിടക്കുന്നതാണ്. 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:30. അപ്പം പറഞ്ഞതുപോലെ നമ്പറിൽ ബന്ധപ്പെടുക. ജൂലൈ 20 ആരംഭിക്കുന്ന EFT ലൈഫ് മാസ്റ്ററി കോഴ്സിലേക്ക് 8086880775. എന്നിട്ട് നമ്മളുടെ ഒക്കെ ഹീൽ ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വിനയത്തിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ദേഷ്യത്തിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഹീൽ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ EFT കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കരിയർ, ഇതെല്ലാം നിങ്ങൾക്ക് വളർത്താൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ നൽകും. വ്യക്തമായിട്ടുള്ള ഗോൾ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള സപ്പോർട്ട് കിട്ടും. കാര്യങ്ങളൊക്കെ ലഭിക്കും. പ്രോഗ്രാമുകളിലേക്ക് വരിക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഉപകാരപ്പെട്ടോ? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് റിമൈൻഡ് ചെയ്യുക, എന്നെ അടക്കം നമ്മൾ എല്ലാവരും അടക്കം ഒന്ന് റിമൈൻഡ് ചെയ്യുക, അത് മാത്രമാണ്. ഓക്കെ ഓക്കെ. ശാലിനി പറയുന്നു സൂപ്പർ ക്ലാസ്, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. അറിഞ്ഞതിൽ സന്തോഷം. കാരണം എന്താ വെച്ചാൽ അതാണ്, ഉപകാരപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ബെസ്റ്റ്. അടിപൊളി ക്ലാസ് ആയിരുന്നു, ഗുഡ് സെക്ഷൻ, താങ്ക് യു. സോ പറഞ്ഞതുപോലെ നല്ലൊരു ദിവസത്തിലേക്ക്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഉഷാറായിട്ട് നല്ലൊരു ദിവസത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. ഓക്കെ. അഹങ്കാരമില്ലാത്ത സ്നേഹമാണോ? അത്രയേ ഉള്ളൂ. ഭയങ്കര രസമാണ്. അപ്പൊ അതിലങ്ങോട്ട് പോട്ടെ. നമുക്ക് സ്നേഹം മതി. നമ്മളുടെ ചെറിയൊരു ജീവിതമാണ് ഈ ജീവിതം അല്ലെ. ഒരുപാട് അഹങ്കരിച്ച്, ഒരുപാട് ആൾക്കാരുടെ വെറുപ്പും വിദ്വേഷവും പകയൊക്കെ വെച്ച്, ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിച്ച്, മാറ്റി നിർത്തി, വീക്കായിട്ടുള്ള ആൾക്കാരെ പുച്ഛിച്ച് കണ്ടിട്ട്, വേദനിപ്പിച്ചിട്ട് എന്തിനാ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്ത് നമ്മളും വീക്കാണെന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞ് രസകരമായി കളിച്ച് ആടിപ്പാടി മനസ്സിലാക്കി പോവാം. ഒരു പ്രളയം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാവരുടെ അഹങ്കാരം. നമ്മൾ അനുഭവിച്ചതാണ്, അറിഞ്ഞതാണ്. ഒരു പ്രളയം വളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കൂ, ഇന്ന രീതിയിലേ കഴിക്കൂ, ഇന്ന വാഹനത്തിൽ യാത്ര ചെയ്യൂ, ഇന്ന കാര്യങ്ങളെ ചെയ്യൂ എന്ന അഹങ്കാരമൊക്കെ ഇല്ലാണ്ടായി പോകാൻ ഒരു പ്രളയം മാത്രം മതി. ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. എടാ.